ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി പലതരത്തിലുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഉണ്ണിയപ്പം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ നമുക്ക് നോക്കാം. എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്ന്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് നല്ല നാടൻ ഉണ്ണിയപ്പമാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുതിർത്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള അരിയാണ്. ഇനി നമ്മൾ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം ഒന്ന് ഊറ്റിയിട്ട് തന്നെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്, വെള്ളത്തോട് ഇട്ട് കൊടുക്കരുത്. ഇനി വേണ്ടത് ഇതിലോട്ട് ശർക്കര പാനി. അപ്പോൾ 350 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. തിക്കാക്കി എടുക്കേണ്ടതൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമ്മളിത് ചൂടാറിയതിന് ശേഷം ഇത് അരച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി അരച്ചെടുക്കാനായിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത്, നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ അരി കുതിർത്ത് വെക്കാനായിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഇതിലോട്ട് ശർക്കര പാനി അരിപ്പയിൽ അരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ടിന് വേറെ വെള്ളം ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല. ഇപ്പം ഞാൻ 2-3 ഏലക്ക ചേർത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ആദ്യം ഇതൊന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ടെന്ന് വെച്ചാൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അങ്ങനെ അരച്ചെടുക്കണമെന്നില്ല, ചെറിയൊരു തരിതരിപ്പോടെ വേണം അരച്ചെടുക്കാനായിട്ട്. നല്ലോണം അങ്ങനെ മഷി പോലെ അരച്ചെടുക്കണ്ട. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 1/4 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഴം ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസിലുള്ള 2 കദളിപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് ഒന്നും കൂടെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ശർക്കര പാനി 1/4 കപ്പ് വെള്ളം ചേർത്ത് അലിച്ചെടുത്ത ശർക്കര പാനിയാണല്ലോ ചേർത്ത. ഈ ഒരു സമയത്താണ് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ എല്ലാം നല്ല പാകത്തിന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് നമ്മൾ ഇഡലി മാവ് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു തിക്നെസ് അല്ല വേണ്ടത്. അതിനേക്കാളും കുറച്ച് ഒരു പൊടിക്ക് ലൂസായിട്ടാണ് മാവ് വേണ്ടത്, അത്രയും തിക്ക് വേണ്ട. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊന്നും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാനില്ല. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് 6 മണിക്കൂറോളം മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് 6 മണിക്കൂറോളം മാറ്റി വെക്കാം. അപ്പോൾ ഇത് 6 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിന്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള പോലെ തോന്നും ഈ ഒരു സമയത്ത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഓക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കരുത് തിക്ക് എന്ന് വെച്ചിട്ട്. പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തേങ്ങാക്കൊത്ത്, ചെറിയ ഉള്ളി ഒക്കെ നെയ്യിൽ മൂപ്പിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ്. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഇതുപോലുള്ള ചട്ടി നല്ല ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുഴിക്കകത്ത് കുറച്ച് നിറച്ച് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചൂടായ ശേഷം ഫ്ലെയിം കുറച്ചിട്ട് മാവിട്ട് കൊടുത്താൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മാവിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നിറച്ചൊഴിച്ചു കൊടുക്കണ്ട, ഒരു 1/4 പാകം എന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് പൊങ്ങി വരും. അപ്പോൾ ഈ കുഴിക്കകത്ത് നിറച്ച് മാവിട്ട് കൊടുക്കാതെ 1/4 പാകം എന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മൾ ആദ്യം ആദ്യം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ആദ്യം ഇട്ടത് അടിഭാഗം ഒരു സൈഡ് ഇങ്ങനെ കളർ മാറി വന്നിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ കളറായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോന്നും തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാം കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ കുക്കായി വരുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ് കേട്ടോ. ഇതുപോലെ നമ്മളിന് ബാക്കിയുള്ള മാവും ചുട്ടെടുത്താൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. ഈ ഒരളവിൽ ഇതിപ്പോൾ 12 കുഴിയുള്ള ചട്ടിയാണ്. ഈ ഒരളവിൽ നമുക്ക് 36 ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി 2 പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ഓരോന്നും ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. നല്ല നാടൻ ടൈപ്പിലുള്ള ഉണ്ണിയപ്പമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് വേറൊരു രീതിയിലുള്ള ഉണ്ണിയപ്പമാണ്. നമ്മൾ ആരെടുത്ത കൽത്തപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ, ആ ഒരു ടെക്സ്ചർ കിട്ടുന്ന രീതിയിലുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ ഇത്. നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ആരെടുത്ത ടെക്സ്ചർ പോലെ ആ ഒരു രീതിയിലാണ് ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാകുന്നത്. നല്ല ടേസ്റ്റുണ്ട്, നല്ല സോഫ്റ്റുമാണ്. അതുപോലെ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2.25 കപ്പ് പച്ചരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കപ്പും പിന്നെ 1/4 കപ്പും എടുത്തിട്ടുണ്ട്. റൈസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ നൈസ് പത്തിരി, ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പൊടിയും യൂസ് ചെയ്യാം. കാസർഗോഡ് വത്തൽ പൊടി യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ 1 കപ്പ് പച്ചരി ജസ്റ്റ് പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ 2.25 കപ്പ് കിട്ടുന്നുണ്ട്. 1 കപ്പ് പച്ചരി അരമണിക്കൂർ കുതിർത്ത് വെക്കുക, കഴുകിയെടുത്തിട്ട്. എന്നിട്ട് വെള്ളം ഒന്ന് നല്ലോണം വാർന്നെടുത്ത ശേഷം കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി. വെള്ളം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി, നല്ലോണം ഉണങ്ങി കിട്ടണ്ട. ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ആറി കിട്ടിയാൽ നമുക്ക് മിക്സിയുടെ ചെറിയ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് സെയിം ഈ ഒരു 2.25 കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് 1 കപ്പ് പച്ചരി പൊടിച്ചെടുക്കുമ്പോൾ. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് പഴമാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറുപഴമാണ് വേണ്ടത്. മൈസൂർ പഴമാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഇതിപ്പോൾ സാധാ ചെറുപഴം, കദളിപ്പഴമില്ലേ, ആ പഴമാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ പഴമായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളത്. നല്ലോണം ചെറിയ പഴം 3 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല വലിയ പഴമാണെങ്കിൽ, ഇപ്പോൾ സൈസിൽ നല്ല വലിയ പഴമാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല വലിയ പഴമാണെങ്കിൽ 3 എണ്ണം ചേർക്കരുത്, കൂടുതലായി പോകും. അതുപോലെ മീഡിയം സൈസിലുള്ള പഴമാണെങ്കിൽ 2ഉം പിന്നെ വേറൊരു പകുതിയും കൂടെ ചേർത്താൽ മതി. 2.5 പഴം ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്ക് പേസ്റ്റാക്കി നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കുന്ന വെള്ളം കുറച്ചാൽ മതി. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 125 ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ 1 കപ്പ് ശർക്കരയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് 1 കപ്പ് എടുത്താൽ മതി, അല്ലെങ്കിൽ 125 ഗ്രാം എന്ന രീതിയിൽ എടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇതിലോട്ട് വെള്ളം ചേർത്തിട്ട് ഇത് നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മാത്രം മതി. അല്ലാതെ ഇത് നല്ലോണം മെൽട്ടായിട്ട് അങ്ങനെ കട്ടിയാവാനൊന്നും നിൽക്കണ്ട. എല്ലാം കൂടെ ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. അപ്പോൾ ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് മാറ്റാം. എന്നിട്ട് ഫ്ലെയിം വേണമെങ്കിൽ ഒരു ഇച്ചിരി കുറക്കാം കേട്ടോ. ഇത് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് മൊരിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഒരു 2-3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നമുക്കിതിൽ ബാലൻസുള്ള നെയ്യ് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് മൊരിച്ചെടുത്ത ഇതിലുള്ള നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിലോട്ട് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്ന ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2, 3, 4 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് മൊരിച്ചെടുത്താൽ മതി. പിന്നെ വേറൊരു അടുപ്പിൽ ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ശർക്കര പാനി നല്ല ചൂടോടെ വേണം മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ കുക്കർ കൽത്തപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ, പാനിലൊക്കെ ചെയ്തെടുത്ത ആ ഒരു കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെയാണ് ഇതിലേക്ക് നമ്മൾ ചൂടോടെ വേണം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ തേങ്ങാക്കൊത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇത് ചൂടോടെ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് പാകത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഈ ഒരു പാന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ചൂടായി ഒന്നും കൂടെ മൊരിഞ്ഞ് വന്നോളൂ. അപ്പോൾ നമുക്കിനി നമ്മൾ എടുത്തു വെച്ച ഈ ഒരു അരിപ്പൊടി വലിയൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇപ്പോൾ നമുക്ക് ശർക്കര നന്നായി ഉരുകി എല്ലാം കൂടെ അലിഞ്ഞ് വന്നിട്ടുണ്ട്, മെൽട്ടായിട്ട്. അപ്പോൾ ചൂടോടെ തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ടിപ്പ്. ചൂടോടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഉണ്ണിയപ്പം കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ആരെടുത്ത ആ ഒരു ടെക്സ്ചർ മാത്രമല്ല കേട്ടോ, നല്ല സോഫ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂട് പോകുന്നതിന് മുന്നേ തന്നെ ബാക്കിയുള്ളതും കൂടെ പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കര ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ തന്നെ എല്ലാം കൂടെ അലിഞ്ഞ് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ, കുറേ നേരം വെക്കരുത്. അതുപോലെ ഇതിലോട്ട് ചൂടോടെ ഒഴിച്ചു കൊടുക്കാനായിട്ടും നോക്കുക. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു ഉണ്ണിയപ്പം. ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നോക്കാത്തവർ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്ക പൊടിയാണ്. അതുപോലെ നമുക്ക് ഇതിലോട്ട് ഒരു നുള്ള് ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലോട്ട് വേണ്ടത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഇട്ട് കൊടുക്കണ്ട, ഇതിൽ നെയ്യൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പിന്നീട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ, ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ബാലൻസ് ഉള്ളത് കുറച്ചൊക്കെ ഈ ഒരു തേങ്ങാക്കൊത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് മൊരിച്ചെടുത്ത നെയ്യ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ പറഞ്ഞൊരു ഫ്ലേവറാണ്. ചൂടുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലത് തന്നെയാണ് കേട്ടോ. പക്ഷേ ചൂട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ശർക്കര നമ്മൾ ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കാം, ശർക്കരപ്പാനി. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം കൂട്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി, ജീരകം പൊടിച്ചതൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ശർക്കര മെൽറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു 2-3 ഏലക്കയും 1/4 ടീസ്പൂണ് ജീരകവും കൂടെ ചേർത്ത് കൊടുത്താൽ മതി മൊത്തത്തിൽ. പിന്നെ അത് തിളച്ച് വരുമ്പോഴേക്കും ഫ്ലേവർ ഇറങ്ങിക്കോളും. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അരിപ്പയിൽ അരിച്ചിട്ടല്ലേ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. അല്ലെങ്കിൽ ഈ ഒരു പഴം ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. പൊടിയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ഇനി നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ മാവ് തിക്കായിട്ടല്ല കേട്ടോ, നമ്മൾ ഇഡലി മാവ് അല്ലെങ്കിൽ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരുവല്ല ഇതിന് വേണ്ടത്. കുറച്ചും കൂടെ അതിനേക്കാളും ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം കേട്ടോ കറക്റ്റ്. പിന്നെ ഇതിലോട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ നല്ല പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബേക്കിംഗ് സോഡ തന്നെ ചേർക്കാൻ നോക്കുക. ഇതിപ്പോൾ കണ്ടില്ല, നല്ല തിക്കായിട്ടാണ് ഉള്ളത്. ഇഡലി മാവിൻ്റെ ഒക്കെ ഒരു ഏകദേശം ആ ഒരു പരുവത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇതിലോട്ട് ഇനി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാം, വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കാൻ നോക്കാം കേട്ടോ. ഇതിൻ്റെ പരുവം പാകത്തിനാകണം, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടൂല. അപ്പോൾ ഇത് തിക്കായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, നെയ്യപ്പത്തിൻ്റെയൊക്കെ ഒരു പരുവാണ്. അപ്പോൾ ഇത്രയും തിക്കല്ല കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 1/4 കപ്പായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നോക്കിയിട്ട് തന്നെ നിങ്ങൾ 1/2 കപ്പ് വെള്ളം നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാൻ നിൽക്കണ്ട. 1/2 കപ്പ് വെള്ളം എടുത്ത് വെക്കാം. മെഷർമെൻറ്റ് ഏത് കപ്പിലാണോ നമ്മൾ എടുത്ത് ആ ഒരു സെയിം കപ്പിൽ. എന്നിട്ട് ആദ്യം പകുതി അല്ലെങ്കിൽ ഒരു 1/4 പാകമൊക്കെ ചേർത്ത് നോക്കിയിട്ട് പിന്നെ മൊത്തത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് 1/2 കപ്പ് വെള്ളം പാകത്തിനായിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. പിന്നെ നമ്മൾ എടുക്കുന്ന പഴത്തിലൊക്കെ ചിലപ്പോൾ അളവിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഈ ഒരു പരുവാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ല, വെള്ളപ്പമൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന പരുവം, ചുറ്റിച്ചെടുക്കുന്ന പരുവം. അപ്പോൾ ആ ഒരു പരുവം തന്നെയാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്. ഇഡലിമാവിൻ്റെ ആ ഒരു പരുവൊന്നും അല്ല കേട്ടോ. ഇത്രയും ഒരുപാട് ലൂസാക്കി എടുക്കരുത്, പക്ഷേ ഈ ഒരു ഇതിലാണ് വേണ്ടത്. ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മളിത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവാണ് കേട്ടോ വേണ്ടത്. ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വീഴുന്ന പരുവല്ല, ഇതുപോലെ ഇങ്ങനെ ഒരു വീഴുന്ന പരുവാണ്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാനായിട്ട് ഇതുപോലുള്ള ഉണ്ണിയപ്പച്ചട്ടി ചൂടായതിന് ശേഷം ആദ്യം ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്ത് മൊരിച്ചെടുത്ത ആ ഒരു നെയ്യും കുറച്ച് കൂടുതൽ നെയ്യ് ഞാൻ ഇതിലോട്ട് കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നെയ്യ് മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ ചേർത്തിട്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിതിലോട്ട് നെയ്യും അതുപോലെ എണ്ണയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുഴിക്കകത്ത് കുറച്ച് നിറച്ചെണ്ണ എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണയാണെങ്കിലും നെയ്യാണെങ്കിലും കുറച്ച് മാത്രമല്ല കേട്ടോ, ഇതുപോലെ ഇങ്ങനെ കുഴിക്കകത്ത് നിറച്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ മാവ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിറച്ചിട്ട് കൊടുക്കാതെ ഒരിച്ചിരി ഒരു 1/4 പാകത്തേക്കാളും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പക്ഷെ ഒരുപാട് നിറച്ചിട്ട് കൊടുക്കാനും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അത് കുറച്ചൊന്ന് പൊങ്ങി വരും. ഇതായി വരുമ്പോൾ, ഫ്രൈ ആയി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു സൈഡ് കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സൈഡൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും മൊരിഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ കളറായി വന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. മറ്റേ സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ട് കളർ മാറുമ്പോൾ നമുക്ക് മാറ്റാം. ഈ ഒരു അളവിൽ നമുക്ക് ഇനി 2 പ്രാവശ്യം കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട്. ഇതിപ്പോൾ 12 കുഴിയുള്ള ഉണ്ണിയപ്പ ചട്ടിയാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 36 ഉണ്ണിയപ്പം ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ല എത്ര നന്നായിട്ടാണ്, ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു ഉണ്ണിയപ്പം. നല്ല കറക്റ്റ് ഒരു ഷേപ്പും അതുപോലെ നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്കിനി മറ്റേ സൈഡ് മൊരിയുമ്പോൾ നമുക്ക് മാറ്റാം.
അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറക്കാട്ടോ, അല്ലെങ്കിൽ അടിഭാഗം നല്ലോണം ഓവറായി കുക്കായി പോകും, മൊരിഞ്ഞു പോകും. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത്ര നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്നൊന്നും അറിയില്ല. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. നമ്മളിത് ഉണ്ടാക്കിയ ദിവസം കഴിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് നല്ല സോഫ്റ്റോടെ തന്നെ കഴിക്കാൻ പറ്റും. പിറ്റേ ദിവസത്തേക്ക് വെക്കുമ്പോൾ ടേസ്റ്റ് നല്ല അടിപൊളി തന്നെയാണ്. പക്ഷേ ചെറിയൊരു അന്നത്തെ ദിവസം ഉണ്ടാക്കിയ ആ ഒരു സോഫ്റ്റ്നെസ് ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ഉണ്ടായിന് കേട്ടോ. പിറ്റേ ദിവസം നമുക്ക് എന്താണെങ്കിലും അങ്ങനെയാണല്ലോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിറ്റേ ദിവസത്തേക്കാണെങ്കിലും. ഉണ്ടാക്കിയ ദിവസം കഴിക്കുമ്പോൾ പിന്നെ ഒന്നും പറയണ്ട. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അരിപ്പൊടി ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അരി വെച്ചിട്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല നൈസ് പൗഡറായിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അരമണിക്കൂറൊക്കെ ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ കുറച്ച് ഫാനിൻ്റെ അടിയിൽ 1 മണിക്കൂർ വെച്ചാലും മതി കേട്ടോ. വെള്ളം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ട് ഉണങ്ങി വരുന്ന രീതിയിൽ വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുറേശ്ശെയായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ നമ്മൾ രണ്ടാമത് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ എണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ അതിൽ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എണ്ണ ഫുള്ളായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ ഇതുപോലെ ഫുള്ളായിട്ടില്ലെങ്കിലും ഏകദേശം പകുതിയിൽ കൂടുതൽ എണ്ണ എന്തായാലും ഉണ്ടായിരിക്കണം. എന്നിട്ട് ഇതേപോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു കണ്ണൂർ സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി കുതിർത്ത് വെച്ച ശേഷം കഴുകിയെടുത്ത് നല്ലോണം വെള്ളം വാർന്ന് വെച്ചിട്ടുള്ള അരി തന്നെയാണ്. നമ്മൾ വെള്ളത്തോട് ഇട്ട് കൊടുക്കുന്നില്ല, വെള്ളം വാർന്നിട്ട് തന്നെയാണ് ഇതും ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് പച്ചരി അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ച് കഴുകിയെടുത്ത് വെള്ളം വാർന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് ആ ഒരു സെയിം കപ്പിൽ തന്നെ ചോറ് എടുക്കുക. അപ്പോൾ ചോറ് എടുക്കുമ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് അങ്ങനെ എടുക്കണമെന്നില്ല. ജസ്റ്റ് നമ്മൾ അരി എടുക്കുന്ന അതേ രീതിയിൽ 1 കപ്പ് ചോറ് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് അരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും അതുപോലെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് വെള്ളം 1/4 കപ്പ് അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാകത്തിനാകുന്നുണ്ട് 1/4 കപ്പ് വെള്ളം അരക്കാൻ പാകത്തിന്. പിന്നീട് നമ്മൾ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അരക്കുന്ന സമയത്ത് 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫൈനായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. അരി അരച്ചെടുക്കുമ്പോൾ വെള്ളമൊക്കെ നല്ലോണം വാർന്നെടുത്തിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളം വാർന്നെടുത്തിട്ട് തന്നെ അരച്ചെടുക്കുക. അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ മാവ് ലൂസായി പോകും. ഇനി ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആദ്യം 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് എത്രയോ വെള്ളം ഞാൻ പറയാം കേട്ടോ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ വീണ്ടും 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സമയത്ത് 1/2 കപ്പ് വെള്ളമായി. ആദ്യം 1/4 കപ്പ് വെള്ളം ചേർത്തിരുന്നു. ഇപ്പോൾ വീണ്ടും 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ പറയുന്നതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ പാകത്തിനാകുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഇഡലി മാവിനേക്കാളൊക്കെ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. അതുപോലെ നമ്മൾ അപ്പം ഒക്കെ ഉണ്ടാക്കില്ലേ വെള്ളപ്പം, അപ്പോൾ അതിനേക്കാളൊക്കെ ഒരിച്ചിരി തിക്കായിട്ട് വേണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ വെള്ളം ചേർത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ലൂസും അല്ല അതുപോലെ തിക്കുമല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കണം. ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മണിക്കൂർ വരെ ഇത് മാറ്റി വെക്കുക. 8 മണിക്കൂർ എന്തായാലും വെക്കുക. 10 മണിക്കൂർ വെക്കുന്നത് കൊണ്ട് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ 8-10 മണിക്കൂർ ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഒരു രാത്രി ഫുള്ള് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 9 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി.
അപ്പോൾ ഫ്രിഡ്ജിലൊന്നുമല്ല കേട്ടോ, പുറത്ത് തന്നെ വെച്ചാൽ മതി. അതുപോലെ ഇത് പൊങ്ങി വരുമൊന്നുമില്ല, നമ്മളിതിലോട്ട് ഉഴുന്ന് പരിപ്പ് ഈസ്റ്റ് അങ്ങനെയൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാവ് പൊങ്ങി വരുമൊന്നുമില്ല. എന്നാലും ഒരു 8, 9, 10 മണിക്കൂർ മാറ്റി വെക്കുക. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ചുട്ടെടുക്കാൻ നേരത്ത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് പഴക്കമുള്ള ബേക്കിംഗ് സോഡ ചേർക്കാതിരിക്കുക കേട്ടോ. കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള ബേക്കിംഗ് സോഡ തന്നെ ചേർത്ത് കൊടുക്കുക എന്തിനാണെങ്കിലും. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പ ചട്ടിയിലാണല്ലോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാ കുഴിക്കകത്തും എളുപ്പത്തിൽ മാവ് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിലാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉണ്ണിയപ്പ ചട്ടി നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. എന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കുഴിക്കകത്ത് ഒരു പകുതിയേക്കാളും ഒരു ഇച്ചിരി കൂടുതൽ തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട, പകുതിയേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ നല്ല ചൂടാവട്ടെ, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക ഈ ഒരു സമയത്ത്. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കുഴിക്കകത്ത് മാവ് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എല്ലാ കുഴിക്കകത്തും മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക, ഹൈ ഫ്ലെയിമിലോട്ടും വെക്കരുത്, അതുപോലെ ലോ ഫ്ലെയിമിലോട്ടും ആക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിലോട്ട് ആക്കിയാൽ ഇത് ഹാർഡായി പോകും ഉണ്ണിയപ്പം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അടിഭാഗം ഒട്ടും കളറ് മാറരുത്. ഇപ്പോൾ ഉണ്ണിയപ്പം, കണ്ണൂർ ഉണ്ണിയപ്പം എന്ന് പറയുന്നത് ഒരു ഭാഗം വെള്ള കളറും ഒരു ഭാഗം ഒരു ബ്രൗൺ കളറുമാണ്. അപ്പോൾ അതുകൊണ്ട് അടിഭാഗം നല്ലോണം ബ്രൗൺ ആക്കാൻ നിൽക്കേണ്ട, പെട്ടെന്ന് തന്നെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ തന്നെ പെട്ടെന്നൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചത് ആദ്യം തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് ഒരു ലൈറ്റ് കളറിൽ തന്നെ, ഒരു വെള്ള കളറിൽ തന്നെ ഒരു ഭാഗം കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നല്ലോണം ബ്രൗൺ കളറായി പോകും. ഇങ്ങനെ നമ്മൾ ഫുള്ള് തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറക്കാം. ഫ്ലെയിം കുറച്ചിട്ട് മറ്റേ സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ അടിഭാഗം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുകൾ ഭാഗം ഒരു വെള്ള കളറും അടിഭാഗം ഒരു ലൈറ്റ് ബ്രൗൺ കളറും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മാറ്റാം. ഇനി നമ്മൾ രണ്ടാമത് ഇതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിൽ എണ്ണ കുറവുള്ള കുഴിക്കകത്തൊക്കെ എണ്ണ ചേർത്ത് കൊടുക്കുക. അതുപോലെ കൂടുതൽ എണ്ണ ഉള്ളത് ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. മൊത്തത്തിൽ നേരത്തെ പറഞ്ഞ പോലെ പകുതിയേക്കാളും കൂടുതൽ എണ്ണ ഉണ്ടാകണം ഈ ഒരു കുഴിക്കകത്തൊക്കെ. ഇനി ഇതിലോട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ രീതി ഫോളോ ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ കണ്ണൂരപ്പം ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇതുപോലുള്ള ഉണ്ണിയപ്പ ചട്ടിയിൽ 3 പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാം. 12 കുഴിയാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 36 കണ്ണൂരപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ണൂരപ്പമാണ്. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മളിത് ഉണ്ടാക്കിയെടുത്ത ശേഷം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഒരു അരമണിക്കൂർ, ഒരു ചെറിയൊരു ചൂടോടെ തന്നെ നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അരമണിക്കൂർ ഒന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നല്ല സോഫ്റ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി നമുക്ക് ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി കുതിർത്ത് വെച്ച ശേഷം കഴുകിയെടുത്തിട്ട് ഇതും വെള്ളം വാർന്നെടുത്ത് വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ വെള്ളം നേരത്തെ പറഞ്ഞ പോലെ വാർന്നിട്ട് തന്നെ എടുക്കാം കേട്ടോ. വെള്ളം ഊറ്റിയെടുക്കുക, വെള്ളത്തോട് ഇട്ട് കൊടുക്കരുത്. ഇനി നമുക്കിത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് ശർക്കര പാനിയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി 250 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതൊന്ന് അലിയിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ശർക്കര പാനി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത ചക്കയാണ്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്ക 1.5 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെഷർമെൻറ്റ് കപ്പിൽ തന്നെയാണ് എല്ലാം എടുത്തത്. അപ്പോൾ നിങ്ങൾ സെയിം കപ്പിൽ തന്നെ എടുക്കുക. ഗ്ലാസ് ആണെങ്കിലും സെയിം ഗ്ലാസ്സിലെടുക്കുക കേട്ടോ എല്ലാം. ഇനി നമ്മൾ ഇതിലോട്ട് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ശർക്കര പാനി ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 or 3 ഏലക്കയും കൂടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതും നമ്മൾ മഷി പോലെ അങ്ങനെ അരച്ചെടുക്കണമെന്നില്ല, ചെറിയൊരു തരി ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. നല്ല മഷി പോലെ അരച്ചെടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് അരച്ചെടുത്ത് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല, നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഒരു ടീസ്പൂണൊക്കെ 1-2 ടീസ്പൂൺ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പരുവവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഡലി മാവ്, നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ഒരു പൊടിക്ക് ലൂസായിട്ടാണ് വേണ്ടത്. അത്രയും തിക്ക് വേണ്ട, അല്ലാതെ ഒരുപാട് ലൂസും അല്ല കേട്ടോ. അതിനേക്കാളും ഒരു പൊടിക്ക് മാത്രം ലൂസാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ്. ഇനി ഇതിലോട്ട് തന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി നമ്മളിതൊരു 15 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്, ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇതിപ്പോൾ 15 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിന്. ഇനി നമുക്കിത് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂണ് മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഞാനിതിലോട്ടൊരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഉണ്ണിയപ്പ ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിലോട്ട് നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത്, അതുപോലെ ചെറിയ ഉള്ളി, ചെറിയ ജീരകം ഒക്കെ വേണമെങ്കിലൊക്കെ നെയ്യിൽ മൂപ്പിച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നെയ്യിൽ മൂപ്പിച്ചിട്ട് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ചട്ടി നല്ല ചൂടായ ശേഷം ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ കുഴിക്കകത്ത് കുറച്ച് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ മാവ് ഇട്ട് കൊടുത്താൽ മതി. നല്ല എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ മാവ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല, ഒരു 1/4 ഭാഗത്തേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സൈഡ് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ല, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റുണ്ട് ഈ ഒരു ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം. ഞങ്ങൾ കാസർഗോഡ് സാധാരണ ചക്ക വെച്ചിട്ട് ചക്ക കിള്ളിയിട്ടതെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കലുണ്ട്. ഏകദേശം ആ ഒരു ഫ്ലേവർ തന്നെയാണ്, പക്ഷെ അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ 2 സൈഡും നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം കുറക്കാനില്ല എന്നുണ്ടെങ്കിൽ അടിഭാഗം ഓവറായി പോകും. ഇനി നമുക്കിതിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാനുള്ള മാവാണ് കേട്ടോ ഉള്ളത്. മൊത്തത്തിൽ 24 ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് നമ്മളെടുത്ത അളവിൽ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇനി നമ്മൾ രണ്ടാമത് മാവ് ഒഴിക്കുമ്പോൾ ഫ്ലെയിം കുറവാണ് എന്നുണ്ടെങ്കിൽ ഫ്ലെയിം കൂട്ടി കൊടുക്കുക. അതുപോലെ എണ്ണയൊക്കെ ഞാനിതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലുള്ളതിൽ നിന്നും കുറവുള്ളതിലോട്ടൊക്കെ ആക്കിയിട്ട് ഇനി വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കാതെ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ് ചക്ക വെച്ചിട്ട്. ചക്കയൊക്കെ കയ്യിലുണ്ടാവുമ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചോറ് വെച്ചിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ശർക്കര ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 150 ഗ്രാം ശർക്കരയാണ് കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് അലിയിച്ചെടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്തിട്ട് തന്നെ അലിയിച്ചെടുക്കുക. ഇനി വേണ്ടത് 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 കപ്പ് ആട്ടപ്പൊടിയും. ആദ്യം ഈ ഒരു ആട്ടപ്പൊടിയും ചോറും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് നേരെ പകുതി ചോറും പകുതി ആട്ടപ്പൊടിയും ചെറിയൊരു ജാറിലിട്ടിട്ട് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. 1-2 ടീസ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നേരെ പകുതി ചോറും അതുപോലെ പകുതി ആട്ടപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ബ്ലെൻഡറിൽ തന്നെ. എന്നിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെടുത്ത ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ വലിയൊരു ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ ഞാൻ പറയാം കേട്ടോ. നമ്മൾ ലൂസാക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇത് ആദ്യം ഇതുപോലെ കട്ടിക്കൊന്ന് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചപ്പാത്തി മാവൊക്കെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കിട്ടുന്ന പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ അത്രയും കട്ടിക്ക് ബോൾസാക്കി എടുക്കാൻ പാകത്തിന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആരെടുത്ത ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി വലിയൊരു ജാറിലോട്ട് ആക്കി കൊടുക്കാം. ഇപ്പോൾ വലിയ പണിയൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ബ്ലെൻഡ് ചെയ്തെടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി കിട്ടുന്നുണ്ട്.
ഇതുപോലെ വലിയൊരു ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ള ചോറും അതുപോലെ ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ചോറൊക്കെ വെള്ളം വാർന്നിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ഇല്ലാത്ത ചോറാണ്. ഇതിലൊക്കെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് വെള്ളം ചേർക്കണമെന്നില്ല. വേണമെങ്കിൽ മാത്രം 1-2 ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ അലിയിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ്. അപ്പോൾ ശർക്കര പാനി ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി, അലിയിച്ചെടുത്താൽ മാത്രം മതി, അല്ലാതെ തിക്കാക്കി എടുക്കണ്ട കേട്ടോ. നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അളവ് തന്നെയാണ്. 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു 3 ഏലക്കയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഇതിപ്പോൾ തിക്കാനുള്ളത്, ഇത്രയും തിക്ക് വേണ്ട, ഒരുപാടൊന്നും വെള്ളം ചേർക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കരുത്, 1-2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലോട്ട് തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണ്ടെങ്കിൽ ഒഴിവാക്കാം, അപ്പോൾ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിലോട്ട് വേറൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇത് ചോറും അതുപോലെ ഗോതമ്പ് പൊടിയും മാത്രമാണുള്ളത്. പഴം, തേങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല, മുട്ട ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇതിലോട്ട് തേങ്ങാക്കൊത്ത് അതുപോലെ ചെറിയ ഉള്ളി ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരിച്ചിരി ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ 1-2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതൊരു പകുതി മൂപ്പാകുമ്പോൾ ഇതിലോട്ട് ചെറിയ ഉള്ളി ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണൊക്കെ. ഞാനിപ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലോട്ട് ചെറിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ, ഈ ഒരു തേങ്ങാക്കൊത്ത് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഈ ഒരു മാവിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാം. ഇപ്പോൾ മാവൊക്കെ നല്ല പാകത്തിന് തന്നെ, ഇതിൻ്റെ പരുവൊക്കെ പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചട്ടി ചൂടായ ശേഷം ഇതിലോട്ട് എണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. 3/4 പാകത്തോളം എണ്ണ ചേർത്തിട്ട് ഇതുപോലെ മാവ് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഇങ്ങനെ നമ്മൾ സ്പൂണിലെടുത്തിട്ട് കുറച്ച് സ്പീഡിൽ ഇങ്ങനെ കുലുക്കിയിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ കുഴിയിലോട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം കുറക്കുക. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. മാവൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നീട് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു സൈഡ് കളറൊക്കെ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇട്ടത് എപ്പോഴും ആദ്യം തിരിച്ചിട്ട് കൊടുക്കാൻ നോക്കാം. അത് പെട്ടെന്ന് ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും. ഇതുപോലെ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇട്ട തന്നെ ഞാൻ ആദ്യം മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് 2 പ്രാവശ്യം കൂടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള മാവുണ്ട്. മൊത്തത്തിൽ 36 ഉണ്ണിയപ്പം നമുക്ക് ഈ ഒരളവിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറും അതുപോലെ ഗോതമ്പ് പൊടിയും മാത്രം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആരെടുത്ത ആ ഒരു ടെക്സ്ചറും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചോറും അതുപോലെ ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നമുക്ക് പഴം ഒന്നും ചേർക്കാതെ ഇതുപോലെ പിറ്റേന്നൊക്കെ നമുക്ക് വെക്കാട്ടോ. ഇത് കേടാവുന്നൊന്നുമില്ല, പിറ്റേന്ന് ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ. ഇനി എണ്ണയില്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഇപ്പോൾ കുഴിക്കകത്തൊക്കെ ഒരു കുഴിയിൽ കൂടുതലും മറ്റേതിൽ കുറവൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്താൽ മതി. എണ്ണ അധികം കുടിക്കുന്നൊന്നുമില്ല. എണ്ണ വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പകുതിയേക്കാളും കുറച്ച് കൂടുതൽ എണ്ണ ഉണ്ടായാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോന്നും ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്